ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡില് തെടനാടിന് സമീപത്തായിട്ട് PWD റോഡിൽ നിന്നും 100 മീറ്റർ ദൂരം, അതും പഞ്ചായത്ത് റോഡരികിൽ തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ട് പണിതിരിക്കുന്ന 13.5 സെന്റ് സ്ഥലത്തില് 13.600 ആണ്. 13.600 സെന്റ് സ്ഥലത്തില് ഒരു 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 72 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകളായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന വീട് കാണുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീട് എന്ന് നമുക്ക് സ്വയം തോന്നുന്ന രീതിയിൽ ഉള്ള ഒരു അടിപൊളി വീടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ പോകാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. ഇത് മീനച്ചിൽ ഹോംസ്. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീട് കാണാനാ. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ തെടനാടിന് സമീപത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്, പഞ്ചായത്ത് റോഡിൽ നിന്നും ഗേറ്റ് കൊടുത്തിരിക്കുന്ന, പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിക്കുന്ന കിണർ, കയറി വരുമ്പോൾ തന്നെ അഴകുള്ളൊരു കിണർ കണ്ടുകൊണ്ട്, ഇത് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിലേക്ക് കയറുന്നത്. എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട് ഈ വീടിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി കൂട്ടുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. നല്ല രീതിയിൽ വ്യൂ കണ്ടു. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് മുറ്റമാണ് ഈ കാണുന്നത്. ഈ ഫ്രണ്ട് മുറ്റമൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുക. അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ സ്വീകരണമുറി. മനോഹരമായൊരു സ്വീകരണമുറിയാണ് ഇവിടെയുള്ളത്. നല്ല ജനൽപ്പാളികൾ, നല്ല സൗകര്യങ്ങൾ എല്ലാം കൊടുത്തുകൊണ്ട്, നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട്, നല്ല ടൈല് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന നല്ല വലിപ്പമുള്ളൊരു സ്വീകരണമുറിയാണ് ഇവിടെ കാണുന്നത്. ഈ സ്വീകരണമുറിയുടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കാണാൻ നമുക്ക് നല്ല ഒരു TV യൂണിറ്റിൻ്റെ പോയിൻ്റ് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് TV യൂണിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ പ്ലെയിനായിട്ട് നമുക്ക് TV വയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ബെഡ്റൂമാണ്. 3 ബെഡ്റൂമാണ്, 3 അറ്റാച്ച്ഡ് ആണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതാണ് ബെഡ്റൂമിൻ്റെ വലിപ്പമൊക്കെ. നല്ല സ്വിച്ച് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയാണ്. ഡ്രസ്സിങ് ഏരിയയിൽ എനിക്ക് സമീപത്ത് തന്നെ നല്ല എന്താ പറയുക, ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. ടോയ്ലറ്റ് നല്ല ഭംഗിയുള്ള ടൈലിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ടൈൽ ഇട്ട് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് വർക്കുകൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് വർക്കുകൾ. ഇവിടുന്ന് ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ വലിപ്പം കണ്ടോളൂ. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഈ സൈഡിൽ 2 ബെഡ്റൂമും കൂടിയാണ്. അപ്പോൾ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. 3 ബെഡ്റൂമിലും AC പോയിൻ്റ് ഉണ്ട്. 3 ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷനുണ്ട്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള നല്ല ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുക. ടോയ്ലറ്റുകളൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ബസ് റോഡുമായിട്ട് ടൗണുമായിട്ട് ഏകദേശം ഒരു 700 മീറ്റർ ദൂരമാണ് ഈ വീടിനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് PWD റോഡിൽ നിന്നും ഒരു 100 മീറ്റർ ദൂരം പഞ്ചായത്ത് റോഡിൽ തന്നെ പോയാൽ മതി. അപ്പോൾ പഞ്ചായത്ത് റോഡ് തന്നെ പോയി കഴിയുമ്പോൾ പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ കിണർ, ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള കിണർ, വെള്ളമുള്ള നല്ലൊരു മേഖലയിലാണ് ഈ പ്രോപ്പർട്ടി ലിസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ശാന്തമായി ജീവിക്കാൻ പറ്റുന്നത് മറ്റ് ഫാക്ടറികളോ കോളനികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് യാതൊരു ഇതും അടുത്തില്ലാത്ത നല്ലൊരു മേഖലയിലാണ് ഈ പ്രോപ്പർട്ടി. ഇത് 2 പൈപ്പ് ലൈൻ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഇതാണ് വീണ്ടും ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മളങ്ങ് പോവുകയാണ്. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയിൽ കബോർഡ്, വാഷ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അതിന് സമീപത്തായിട്ട് തന്നെ ഓപ്പൺ കിച്ചണാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ. കാരണം നല്ല സ്പേഷ്യസ് ആണ്. ഈ ഓപ്പൺ കിച്ചണിലേക്ക് കയറുന്ന സ്പേസ് മാത്രമേ ഉള്ളൂ. ബെഡ്റൂമുകളിലേക്കൊന്നും അതിൽ നിന്ന് എൻട്രൻസ് ഇല്ല.
അതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയയ്ക്ക് നല്ല വലിപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഒരു 25-30 പേർക്ക് ഇരിക്കാവുന്ന ടേബിൾ വേണമെങ്കിലും ഇടാവുന്ന രീതിയിലുള്ള നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ വന്നിരിക്കുക. ഇതിനുശേഷം നമ്മൾ കിച്ചണിലേക്ക് കയറുകയാണ്. കിച്ചണിൻ്റെ കബോർഡ് വർക്കുകൾ തേക്കിൻ തടി കൊണ്ടുള്ള മനോഹരമായ കബോർഡ് വർക്കുകളാണ് കിച്ചണിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മനോഹരമായ തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ കണ്ടുകൊണ്ട് നമ്മൾ ഈ കടന്നു പോകുമ്പോൾ ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ്, അതുപോലെ തന്നെ നല്ല എന്താ പറയുക, വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് വർക്ക് ഏരിയയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലും വർക്ക് ഏരിയയിലും കിട്ടാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അതുപോലെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ വീട് 13.5 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. അത് നെഗോഷ്യബിളാണ്. വർക്ക് ഏരിയയിൽ നമുക്ക് എന്താ പറയുക, അടുപ്പ്, വിറക് കത്തിക്കാവുന്ന രീതിയിലുള്ള അടുപ്പ് വേണമെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറും വർക്ക് ഏരിയയിൽ നിന്ന് തന്നെയുണ്ട്. ലോൺ ഫെസിലിറ്റീസ് ആവശ്യമുള്ളവർക്ക്, ലോൺ വേണ്ടവർക്ക് ലോൺ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ റിയൽ എസ്റ്റേറ്റ് ചെയ്തു തുടങ്ങിയ കേരളത്തിലെ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ് മീനച്ചിൽ ഹോംസ്. ഈ മീനച്ചിൽ ഹോംസിനെ ഇന്നും ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സത്യസന്ധത കൊണ്ട് മാത്രമാണ്. നല്ല സർവീസും നല്ല സത്യസന്ധതയോടുകൂടിയുള്ള ഇടപാടുകൾക്കും നിങ്ങൾ ഞങ്ങളെ സമീപിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.